ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടു. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ആസിഫ് അലി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ചെറിയൊരു പ്രശ്നം പറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു മടിയായിരുന്നു, രാവിലെ തന്നെ സിനിമയ്ക്ക് പോകാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും പിന്നെ എന്താ പറയുക, നല്ലൊരു അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു മൂഡിലാണ് സിനിമയ്ക്ക് പോയത്. അപ്പം സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു സെക്കൻഡറി ചാനൽ, ഒരു ബാക്കപ്പ് ചാനൽ എന്ന രീതിയിൽ ഒരു ചാനൽ തുടങ്ങി വെച്ചിട്ട് സാപ്പ് മീഡിയ എന്നുള്ള പേരിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ചാനൽ 90 ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പം പിന്നെ ചാനൽ അങ്ങ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, എവിടെയില്ലാത്ത രീതിയിലായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ ഞാൻ മൂവി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് എന്താ പറയുക, കളക്ഷൻ അപ്ഡേറ്റ്, മൂവി അപ്ഡേറ്റ്, അതുകൂടാതെ മറ്റുള്ള മൂവി ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മികച്ച സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത്, മികച്ച ത്രില്ലർ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത്, അങ്ങനത്തെ കുറച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചാനലിൽ, എൻ്റെ ഈ ഒരു സബ് മീഡിയ മലയാളം എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിൽ OTT അപ്ഡേറ്റ്സും സിനിമ സീരീസ് റിവ്യൂസും ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമാണ്. മറ്റേ ചാനൽ, ബാക്കപ്പ് ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അതുകൂടാതെ പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ചാനൽ എന്ന് അടിച്ചു പോകുന്ന ഒരു ഐഡിയ ഇല്ല. 90 ദിവസത്തിന് ശേഷം അറിയില്ല, എന്താ സ്ഥിതി എന്നുള്ള അറിയില്ല. എന്തായാലും ഒരു ബാക്കപ്പ് എന്നുള്ള രീതി തുടങ്ങി വെച്ചതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ആസിഫ് അലി, അതുകൂടാതെ അനഘ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപരിചിതരായ 2 പേര് കണ്ടുമുട്ടുന്നതും അവരുടെ ഒരു യാത്രയാണ്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു ഫൺ, കോമഡി, എൻ്റർടൈൻമെൻറ്റ്, ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സംഭവത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടാറ്റ ഗുഡ് ബൈ എന്നൊക്കെയാണ് സംഭവം. ഗുഡ് ബൈ ആ രീതിയിലാണ്. എനിക്ക് സ്പാനിഷ് ഭാഷയാണ്, അഡിയോസ് പോർച്ചുഗീസ് ഭാഷയാണ് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ എഴുതുന്നത് കണ്ടാണ്. ടാറ്റ ഗുഡ് ബൈ എന്നാണ് ഈ ഒരു സംഭവം, ഞാൻ പോവാണ് എന്നുള്ളതാണ് അഡിയോസ് അമിഗോ എന്നുള്ളതിൻ്റെ അർത്ഥം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ട് പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയ ഫീൽ എന്താണെന്ന് വെച്ചാൽ, ഒരു എബോ ഓവറേജ് മൂവി. അത് എബോ ഓവറേജ് സൂപ്പർ പടം എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പെർഫോമൻസ് ഫസ്റ്റ് നമുക്ക് പെർഫോമൻസ് നോക്കാം. സുരാജ് വെഞ്ഞാറമൂട്, ആസിഫ് അലി 2 പേരും പൊളിച്ച് അഭിനയിച്ചത് സൂപ്പർ അഭിനയമാണ്. സൂപ്പർ അഭിനയം മീൻസ് അടിപൊളിയായിട്ടുണ്ട്. ഒരു കള്ളുകുടിയൻ, ഒരു വെള്ളമടിച്ചുള്ള, നമ്മൾ മറ്റേ ഈ സിനിമ കണ്ടില്ല ലാലേട്ടൻ്റെ ആ ഒരു വൈബല്ല. എന്നാലും ഇവരെ 2 പേരെ അങ്ങോട്ട് അഴിഞ്ഞാടാൻ വിട്ടേച്ചതാണ്. അതാണ് സംഭവം. ആസിഫ് അലിയുടെ ആ മദ്യപിച്ചിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. അടിപൊളി, ആ കൈയടക്കത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു കഥാപാത്രം എന്നുള്ളതാണ്. അതിൽ മികച്ച രീതിയിൽ തന്നെ നിന്നിട്ടുണ്ടെന്നാണ് എനിക്ക്, സുരാജ് കുറച്ചുകൂടി ഒന്ന് മേലിൽ നിന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു പാവത്താനായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് സുരാജ് വരുന്നത്. എന്തായാലും 2 പേരും കോമഡി സൂപ്പറായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ എന്നുള്ളതാണ്. സിറ്റുവേഷൻ കോമഡികളാണ് കൂടുതലായിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആ ഗ്രാഫ് ഉയരുന്നില്ല എന്നുള്ളതാണ്. ശകലൊന്ന് താഴ്ന്നു പോകുന്ന പോലെ തോന്നി. എന്താ വെച്ചാൽ ലെങ്ത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇല്ല എന്നുള്ളത്. കുറച്ചുകൂടി ലെങ്ത്ത് കുറയ്ക്കാമായിരുന്നു തോന്നി, ഒന്നാമത്തത്. രണ്ടാമത്തത് സ്ക്രിപ്റ്റ് കുറച്ചൊരു താഴോട്ടായി പോയതുപോലെ തോന്നി. ഈ 2 കാര്യങ്ങൾ വെച്ച് നിർത്തിയാൽ മറ്റുള്ള ടെക്നിക്കൽ സൈഡുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു സോങ് വെച്ച് ബാക്കി എല്ലാ സോങ്ങുകളും അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഫീൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ കണ്ട കുറച്ച് മുഖങ്ങൾ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരും. ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് സിനിമ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ കുറേ ഉണ്ട് എന്നുള്ളതാണ്. വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയൊരു പ്ലോട്ടാണ്. അത് സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് വലിച്ചു നീട്ടി പോയതുപോലെ തോന്നി. കുറച്ച് ലാഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒന്നുകൂടി കട്ട് ചെയ്ത് ട്രിം ചെയ്ത് സെറ്റപ്പ് ആക്കാമായിരുന്നു തോന്നുന്നു. ഒരു വൺ ടൈം വാച്ചബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ടെക്നിക്കൽ സൈഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ട്, മ്യൂസിക് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ക്യാമറ വർക്കുകളായിക്കോട്ടെ, എല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക. നല്ലൊരു സിനിമയാണ്, നല്ലൊരു അനുഭവമായിരിക്കും. എനിക്കിഷ്ടപ്പെട്ടു, ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും